പെഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ രാജ്യത്തിനെതിരായി പ്രസ്താവന നടത്തിയെന്ന കേസിൽ അഖിൽ മാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ്. ദേശദ്രോഹം ചുമത്തിയാണ് എഫ്ഐആർ. ബിജെപിയുടെ പരാതിയിലാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തത്. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നുണ്ട്. സുജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉമേഷ്, കഴിഞ്ഞ ദിവസമാണ് അഖിൽ മാരാർ പഹൽഗാം വിഷയം ഉയർത്തി ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പങ്കുവച്ചത്. ഇതിൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെ പോലും പിടികൂടിയില്ലെന്നും ഇന്ത്യ ബലൂചിസ്ഥാന് ആയുധങ്ങൾ നൽകി പാകിസ്ഥാനിൽ സംഘർഷം സൃഷ്ടിച്ചുവെന്നുമാണ് പ്രതികരിച്ചത്. കൂടാതെ സാധാരണക്കാരായ പാകിസ്ഥാനികളെ കൊല ചെയ്തുവെന്നും മറ്റൊരു കരുത്തരായ രാജ്യത്തിന്റെ അടിമകളായി ആത്മാഭിമാനമില്ലാത്തവരായാണ് നമ്മുടെ ഭരണാധികാരികളും സേനയും നിലകൊള്ളുന്നതെന്നുള്ള വിമർശനമാണ് അഖിൽ മാരാർ വീഡിയോയിൽ പറഞ്ഞത്. ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ബിജെപി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പായ BNS 152 വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഏതായാലും അടുത്ത ദിവസം തന്നെ അഖിൽ മാരാറിന്റെ അറസ്റ്റ് ഉണ്ടായിരുന്നെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹലോ ആൻഡ് ഹായ് എവരിവൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, അഖിലെ നിങ്ങളും പെടും. ആ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അഖിൽ മാരാർക്കെതിരെ ഒരു കേസ് കൊടുത്തിരിക്കുന്നു. ആ കേസിൽ FIR ഇട്ട് കേസെടുത്തിരിക്കുന്നു. ജാമ്യമില്ലാ വകുപ്പിലാണ് കേസ്. ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശിക്ഷ ജീവപര്യന്തം തടവും. ഇതിലൊന്നും എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞ് അഖിൽ മാരാർ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നു. ഭയമില്ലെങ്കിൽ നല്ല കാര്യം, പക്ഷേ പെടുമെന്ന ഒരു സാധ്യത കുറച്ചുകൂടി ഇപ്പോൾ കൂടിയിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം അഖിൽ മാരാർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇയാളുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട്. ഈ ന്യായീകരിച്ചുകൊണ്ട് കൂടുതൽ കുളത്തിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന അഖിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വീഡിയോയിൽ കുറെ കൂടി ഗുരുതരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്കറിയില്ല അഖിൽ എന്താലോചിച്ചിട്ടാണ് ഈ മറുപടിയൊക്കെ പറയുന്നതെന്ന്. അതുമാത്രം അഖിൽ ഉന്നയിച്ചിട്ടുള്ള ചില വിഷയങ്ങളിൽ അഖിലിന് മറുപടിയായിട്ട് തന്നെ മേജർ രവി ഒരു ഇന്റർവ്യൂവിൽ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. നമ്മൾക്ക് ആദ്യം അഖിലിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരിക്കലും യുദ്ധം ചെയ്യണമെന്നോ ഇന്ത്യ യുദ്ധം നല്ലതാണെന്നോ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. എന്റെ അഖിൽ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാതെ. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ? പാകിസ്ഥാനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നിൽക്കുന്ന ഇന്ത്യയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്. ഈ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൻസിൽ കൊണ്ട് വരച്ചിട്ട് അത് ഇറേസർ കൊണ്ട് മായ്ച്ചു, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈ റബ്ബർ കൊണ്ട് മായ്ച്ചു കളയുന്ന പോലെയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ സ്ലേറ്റിൽ വരച്ചു വെച്ചത് പച്ചില കൊണ്ട് മായ്ച്ചു കളയുന്ന പോലെയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. അത് ഇതുപോലുള്ള സൈനിക നടപടികളിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് നിങ്ങൾ പറയുന്നു യുദ്ധം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. ഇന്നലത്തെ നിങ്ങളുടെ പോസ്റ്റ് കണ്ടാൽ അറിയാം നിങ്ങളുടെ യുദ്ധവെറി എത്ര മാത്രം ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് എവിടെയെങ്കിലും ഉറച്ചു നിന്ന് സംസാരിക്കും. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, യുദ്ധം ശരിയല്ല എന്ന് പറഞ്ഞ എം സ്വരാജിനെതിരെ ആക്ഷേപം ഉന്നയിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. യുദ്ധത്തിനെതിരെ പറഞ്ഞ പാകിസ്ഥാനിലെ പാവങ്ങളെയൊക്കെ കൊന്നെടുക്കുന്നു എന്ന് പറഞ്ഞ ബിഗ് ബോസിലെ റിയാസിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞവരാണ് നിങ്ങൾ. അന്ന് അത് പറഞ്ഞ അവർക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ അതേ നിങ്ങൾ പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉടമ്പടി കരാർ ഒപ്പുവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിദേശകാര്യ സെക്രട്ടറി വന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് മനസ്സുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ ട്രംപ് നടത്തിയ ഒരു പ്രസ്താവനയായിരുന്നു. ലോകത്തിന് മുന്നിൽ അമേരിക്കയുടെ അഭിമാനം ഉയർത്തിക്കൊടുക്കുകയായിരുന്നില്ല ഭാരതം ചെയ്യേണ്ടത് എന്ന എന്റെ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ രീതിയിലും പാകിസ്ഥാൻ പോലൊരു രാജ്യത്തെ ഇന്ത്യക്ക് നിസ്സാരമായി കീഴ്പ്പെടുത്തി ലോകത്തിന് മുന്നിൽ ഒരു സൂപ്പർ പവറായി നിൽക്കാൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യത്തെ ഇന്ത്യ ഇല്ലാതാക്കിയെന്ന് ആ നിമിഷം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ മുന്നിൽ ഇന്ത്യ മുട്ടുകുത്തിപ്പോയോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആദ്യം ഒരു റൈറ്റപ്സ് പങ്കുവച്ചു. അദ്ദേഹം പറഞ്ഞ അമേരിക്കയുടെ കാര്യത്തിലേക്ക് വരാൻ കേട്ടോ. ആദ്യം പറഞ്ഞത് യുദ്ധം വേണ്ട എന്ന് അത് സ്വരാജ് പറഞ്ഞാലും റിയാസ് അലിയും പറഞ്ഞാലും അഖിൽ മാരാർ പറഞ്ഞാലും ഓക്കെയാണ്. കാരണം യുദ്ധം ആരും ആഗ്രഹിക്കുന്നതല്ല, വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല യുദ്ധം ഉണ്ടാവണം എന്നുള്ളത്. പക്ഷേ തീവ്രവാദികൾക്കെതിരെ നടപടി വേണമെന്നുള്ള നമ്മളുടെ ആഗ്രഹമാണ്. എന്തുകൊണ്ടാണ് വിമർശിക്കപ്പെട്ടത്? റിയാസ് അലിം എന്തുകൊണ്ടാണ് വിമർശിക്കപ്പെട്ടത്? ഈ തീവ്രവാദികൾക്കെതിരെ ഇന്ത്യൻ ആർമി നടത്തിയ നടപടിയിൽ ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞിടത്താണ് ഇയാൾ വിമർശിക്കപ്പെട്ടത്. അവിടെ സാധാരണക്കാരാണ്, സിവിലിയൻസ് ആണ് കൊല്ലപ്പെട്ടതെന്നുള്ള അവിടെയുള്ള മാധ്യമങ്ങൾ പുറത്തിടുന്ന വാർത്തകളെ വിശ്വസിച്ചിട്ട് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് അപമാനം തോന്നുന്നു എന്ന് പറഞ്ഞിടത്താണ് റിയാസ് വിമർശിക്കപ്പെട്ടത്. നിങ്ങൾ എവിടെയാണ് വിമർശിക്കപ്പെട്ടത്? നിങ്ങൾ വിമർശിക്കപ്പെട്ടത് ഇപ്പൊ അമേരിക്കയുടെ കാര്യം പറഞ്ഞു. അമേരിക്കയുടെ കാര്യം പറഞ്ഞതിന് ശേഷം എനിക്ക് അതിനകത്തൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം അതുവരെയും ഗോൾ പോസ്റ്റിനടുത്ത് തട്ടുകടയിട്ട് നിന്നിട്ട് അവസാനം കാലുകൊണ്ട് തട്ടി ഗോൾ ഇട്ടിട്ട് കളിയുടെ ക്രെഡിറ്റും കൊണ്ട് പോയ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് തോന്നിയിരുന്നു അമേരിക്കയുടെ ഇടപെടൽ. പക്ഷേ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത് ഉടനെ തന്നെ നമ്മുടെ രാജ്യത്തെ സൈന്യം മുട്ടിലഴിഞ്ഞു, നാണക്കേട് ഉണ്ടാക്കി, മറ്റു രാജ്യത്തിന് മുന്നിൽ അടിയറോ പറഞ്ഞു എന്നൊക്കെ രീതിയിലാണ് പറയേണ്ടത്. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ വിമർശിക്കാം. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസം രാജ്യസ്നേഹത്തിന്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞത് ഞാൻ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു, റോബർട്ട് വാദ്രയെ വിമർശിച്ചു, റോബർട്ട് വാദ്ര അടിക്കണമെന്ന് പറഞ്ഞു, പാകിസ്ഥാനെ പട്ടികളെന്ന് വിളിച്ചു. ഇതൊക്കെയാണ് നിങ്ങൾക്ക് രാജ്യസ്നേഹമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. എനിക്കറിയില്ല നിങ്ങൾ എന്ത് ബേസിലാണ് ഇതൊക്കെയാണ് രാജ്യസ്നേഹം എന്ന് വിചാരിക്കുന്നതെന്ന്. ഇപ്പൊ നിങ്ങൾ ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ്, ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ വിമർശിച്ചാൽ അത് രാജ്യദ്രോഹമാകുമോ? ഇല്ല. അതുപോലെ തന്നെ പ്രതിപക്ഷ നിരയെ വിമർശിച്ചുകൊണ്ട് നിങ്ങളൊരു രാജ്യസ്നേഹിയുമാകുന്നില്ല.
രണ്ടും ഒരേ എഫക്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ പ്രതിപക്ഷത്താലും ഭരണപക്ഷത്താലും ഉള്ളവർ വിമർശിക്കാം. ഭരണപക്ഷത്തുള്ളവരെ വിമർശിച്ചുകൊണ്ട് നിങ്ങൾ രാജ്യദ്രോഹിയുമാകില്ല, പ്രതിപക്ഷത്തുള്ളവരെ വിമർശിച്ചുകൊണ്ട് നിങ്ങൾ രാജ്യസ്നേഹിയുമാകില്ല. നിങ്ങൾ പറഞ്ഞ ഏറ്റവും വലിയ പ്രശ്നം ബാലുചിസ്ഥാന് ഇന്ത്യ ആയുധം കൊടുക്കുന്നു, അവരെ ഫണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞതാണ്. അതാണ് ആന്റി നാഷണൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആളുകൾ കൺസിഡർ ചെയ്ത് നിങ്ങൾ വിമർശിച്ചു. നിങ്ങൾക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആശയത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ നിങ്ങൾക്കെതിരെ തിരിഞ്ഞ് നിങ്ങൾക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടാകാം. സംഘപരിവാർ അനുഭവമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതലും പറയാറുള്ളത്. അതുകൊണ്ട് സംഘപരിവാർ അനുഭാവികൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെതിരെ സംസാരിച്ചപ്പോൾ നിങ്ങളെ അവർ വിമർശിച്ചു. പക്ഷേ അത് അവരുടെ മാത്രം കാര്യമാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ നിങ്ങൾ വിമർശിക്കുന്നത് ബാലുചിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ്. അതൊരു ആന്റി നാഷണൽ സ്റ്റേറ്റ്മെന്റ് അല്ല എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും അതിനെക്കുറിച്ച് അഖിൽമാർ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്, അത് കേട്ടു നോക്കാം. ഞാൻ ബലൂചിസ്ഥാനെ അനുകൂലിച്ചു എന്നതാണ് ഞാൻ ചെയ്ത ആ ഒരേ ഒരു തെറ്റ് എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അറിഞ്ഞോ അറിയാതെയോ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും നമ്മളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം എന്റെ വായിൽ നിന്ന് വന്നു. അത് രാജ്യവിരുദ്ധത എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചാലും എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാര്യം ബലൂചിസ്ഥാൻ ആർമി എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തിനാണ്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ ടെററിസ്റ്റ് കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ത്യ എടുക്കുന്ന അതേ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ഭാഗം, പാകിസ്ഥാനിൽ ഉൾപ്പെട്ട പാകിസ്ഥാനെതിരെ സംസാരിക്കുന്ന ഇന്ത്യൻ ജനത പാകിസ്ഥാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത സമയത്ത് പാകിസ്ഥാനെതിരെ ഒരേ സമയം അറ്റാക്ക് ചെയ്ത ഒരു ഭാഗത്തിനെ ഇന്ത്യ സഹായിച്ചിരുന്നു എന്ന ഒരു കാര്യം ആർമിയിലെ എനിക്കറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ബിജെപിയുടെ തന്നെ പല നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള വാചകമായിരുന്നു. ആകെ എന്റെ ഭാഗത്ത് നിന്ന് ഒരു പബ്ലിക്കിനിടയിൽ സംസാരിച്ചപ്പോൾ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരു സ്റ്റേറ്റ്മെന്റ്. യഥാർത്ഥത്തിൽ ഞാൻ അന്ന് അനിൽനമ്പ്യാർക്കും ജന ടിവിക്കും മറുപടി കൊടുത്ത സമയത്ത് അവസാന ഭാഗത്ത് ഒരു സർക്കാസ്റ്റിക് രൂപേണ, ഒരു പരിഹാസ രൂപേണ ഇപ്പോൾ ഇന്ത്യ പിന്മാറിയതുകൊണ്ട് ബലൂചികളുടെ കാര്യമാണ് കഷ്ടം, അവർ ഇന്ത്യ പാകിസ്ഥാനെ കീഴ്പ്പെടുത്തും, ഇതൊരു സ്വതന്ത്ര രാഷ്ട്രം, പണ്ട് ബംഗ്ലാദേശിന് സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടി ഇന്ത്യ മുൻകൈയെടുത്തതുപോലെ ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടി ഇന്ത്യ സഹായിക്കുമെന്ന് കരുതിയ ബലൂചിസ്ഥാനികൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന ഒരു അർത്ഥത്തിൽ ഒരു സർക്കാസ്റ്റിക് രൂപേണ ഇന്ത്യയുടെ ഈ നിലപാട് ഒരേ സമയം എന്നെ മാത്രമല്ല, അതായത് എനിക്ക് നിരാശ തോന്നിയെന്ന് പറയുന്നത് ഞാൻ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്ക് നിരാശ തോന്നിയത്. അതോടൊപ്പം തന്നെ ബലൂചികൾക്കും ഉണ്ടായി. ഇത് മാത്രമാണ് എന്റെ ഭാഗത്ത് നിന്ന് ആ ലൈവിൽ ഞാൻ പറഞ്ഞു പോയേക്കുന്ന കാര്യങ്ങളിൽ ഒരു മിസ്റ്റേക്ക് എന്ന് എനിക്ക് സ്വയം തോന്നുന്ന ഒരേ ഒരു കാര്യം. നിങ്ങൾക്കിപ്പോൾ അതൊരു മിസ്റ്റേക്ക് ആയിട്ടാണ് തോന്നുന്നത്, പക്ഷെ അതൊരു ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ പറഞ്ഞ ഞാനായിട്ട് അവസാനം സർക്കാസ്റ്റിക് ആയിട്ടാണ് പറഞ്ഞത്. വീഡിയോ കാണുന്ന എല്ലാവർക്കും നിങ്ങൾ വളരെയധികം ക്ഷോഭിച്ച് വളരെയധികം സ്പെസിഫിക് ആയിട്ട് വളരെയധികം ഫേം ആയിട്ടാണ് ആ കാര്യത്തിൽ സംസാരിക്കുന്നത്. അല്ലാതെ ഒരു സർക്കാസവും ആ വീഡിയോ കണ്ട് ആർക്കും തോന്നില്ല. ഇപ്പം നിങ്ങൾക്ക് പറയാം, ഞാനൊരു തമാശ പറഞ്ഞാണ്, നിങ്ങളെ പറ്റിച്ചാണെന്ന് പറയാം. പക്ഷേ അത്ര ലഘൂകരിക്കപ്പെട്ട് അത് വിട്ടുപോകുമെന്ന് തോന്നുന്നില്ല. ഇനി നിങ്ങളിപ്പോൾ ഇതിനകത്ത് കൂടുതൽ ഗുരുതരമായൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ പരിചയമുള്ള ആർമിയിൽ ആളുകൾ പറഞ്ഞിരിക്കുന്നു ബാലുചിസ്ഥാനെ ഈ വിധത്തിൽ ഇന്ത്യ സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. പൊളിറ്റിക്കലായുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പോട്ടെ, പക്ഷെ ആർമിയിൽ ഒരാൾ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ പറയുന്നത് ഇപ്പം നിങ്ങൾ എരുതിയിൽ നിന്ന് വറചെട്ടിയിലേക്ക് ചാടിക്കൊണ്ടിരിക്കുക. നേരത്തെ പറഞ്ഞത് ഗുരുതരമായ ആരോപണം, അതിനേക്കാൾ കൂടുതൽ ഗുരുതരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ന്യായീകരിച്ചിപ്പോൾ നിങ്ങളുടെ കുളം ആഴത്തിൽ കുഴിച്ചുകൊണ്ടിരിക്കുക. ഇവര് പറഞ്ഞൊരു കാര്യം, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഗ്ലോബൽ ടൈംസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മീഡിയയിൽ ഒരു സംഭവം കണ്ടു. അവരുടെ GT ഇൻവെസ്റ്റിഗേഷൻ, ഗ്ലോബൽ ടൈംസ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ ബാലുചിസ്ഥാനിലെ ടെററിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നതിന് സോളിഡ് എവിഡൻസ് എന്ന് പറഞ്ഞ് 3 എവിഡൻസ് ആണ് ആ വാർത്തയിൽ കൊടുത്തിരിക്കുന്നത്. ഈ വാർത്ത എനിക്ക് തോന്നുന്നു ഈ പത്രം മിക്കവാറും ചൈനയുള്ള പത്രമാണ്, കാരണം അതിന്റെ റിപ്പോർട്ടറും ഒരു ചൈനീസ് റിപ്പോർട്ടറാണ് മനസ്സിലാവുന്നത്. അതിൽ ആദ്യത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് 2021 ഡിസംബറിൽ പാകിസ്ഥാന്റെ പിടിയിലായിട്ടുള്ള ബാലൂച്ച് നാഷണൽ ആർമിയിൽപ്പെട്ട ചില വ്യക്തികൾ അവരോട് തുറന്നു പറഞ്ഞത്രേ ഇന്ത്യയാണ് ഫണ്ട് ചെയ്യുന്നതെന്ന്. ഇതാര് പറഞ്ഞു? പാകിസ്ഥാൻ സ്പോക്ക് പേഴ്സൺ പറഞ്ഞു. ആര് റിപ്പോർട്ട് ചെയ്തു? ചൈനീസ് മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ബാലുചിസ്ഥാനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചില രാജ്യങ്ങളുണ്ട്. ഒന്ന് യുണൈറ്റഡ് കിങ്ഡം, മറ്റേത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, പിന്നെ യൂറോപ്യൻ യൂണിയൻ, ചൈന, പാകിസ്ഥാൻ. ഇപ്പോൾ ബാലുചിസ്ഥാനോട് വിരുദ്ധതയുള്ള, ഇന്ത്യയോട് വിരുദ്ധതയുള്ള 2 രാജ്യങ്ങൾ, ചൈന, പാകിസ്ഥാൻ. ചൈനയുടെ റിപ്പോർട്ടർ, പാകിസ്ഥാന്റെ സ്പോക്ക് പേഴ്സൺ. എന്താണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്? രണ്ടാമത്തെ ഇൻസിഡന്റ് മാർച്ച് 2016. ആ സമയത്ത് ഇന്ത്യയുടെ ഒരു കവർ ഏജന്റ് റോയുടെ കവർ ഏജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി കുൽഭൂഷൺ യാദവ് അറസ്റ്റിലായി. ആ വ്യക്തി പറഞ്ഞത്രേ ഈ ബാലുചിസ്ഥാനെ ഫണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആയുധങ്ങൾ കൊടുക്കുന്നതൊക്കെ ഇന്ത്യയാണെന്ന്. അത് റിപ്പോർട്ട് ചെയ്തതാരാണ്? APP, അസോസിയേറ്റ് പ്രസ് ഓഫ് പാകിസ്ഥാൻ. റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ചൈനീസ് പത്രലേഖകൻ. ഇതൊക്കെയാണ് നമ്മളുടെ അടിസ്ഥാനം. മൂന്നാമത്തെ വാർത്ത ഹിന്ദുവിൽ നിന്നുള്ളതാണ്. ബാലുചിസ്ഥാൻ ലിബറേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെ ഇന്ത്യയിലെ ചികിത്സയ്ക്ക് വന്നു. ആ റിപ്പോർട്ട്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് സോളിഡ് എവിഡൻസ് ആയിട്ട് ഈ GT ഇൻവെസ്റ്റിഗേറ്റ്സ് അവതരിപ്പിക്കുന്നത്. ഇതുപോലുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ അഖിൽ മാരാറെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്ററിന്റെ തെളിവ് കൊടുപ്പ് നമ്മൾ കണ്ടതാ അല്ലേ? എവിടെ തെളിവുണ്ടെന്ന് വെച്ചപ്പോൾ അത് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിലുണ്ടെന്നാണ് പറഞ്ഞത്. അതൊക്കെയാണ് നമ്മൾക്ക് വിശ്വസനീയമായിട്ടുള്ള സോഴ്സസ് എന്ന് പറയുന്നത്. ഇതിന് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മളുടെ ആർമി നടത്തിയ ബ്രീഫിങ്ങും പാകിസ്ഥാൻ്റെ ആർമി നടത്തിയ ബ്രീഫിങ്ങും
യൂട്യൂബിലൊക്കെ അവൈലബിൾ. ഒന്ന് കണ്ടു നോക്കൂ എത്ര പ്രിസൈസ്ഡ് ആയിട്ടാണ് ഇന്ത്യൻ ആർമി സംസാരിക്കുന്നതെന്നും എത്ര വേഗമായിട്ടാണ് പാകിസ്ഥാൻ ആർമി സംസാരിക്കുന്നതെന്നും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇതൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഒരു ആവേശത്തിന് പുറത്ത് എടുത്തു ചാടിയാണ് ഇപ്പോൾ അഖില് ബാക്ക് ടു ബാക്ക് എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആദ്യം പറഞ്ഞ ആരോപണത്തെക്കാൾ ഗുരുതരമായ കാര്യമാണ് ഇപ്പോഴത്തെ എക്സ്പ്ലനേഷനിൽ പറയുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ മറുപടി അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി മേജർ രവി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. മേജർ രവിയുടെ രാഷ്ട്രീയം ഒരുപക്ഷെ നമ്മൾക്ക് അറിയാം, അയാൾ അതിനോട് എനിക്കൊരു മമതയുമില്ല. പക്ഷേ അദ്ദേഹം ഒരു സോൾജർ എന്നതിൽ പറയുന്ന കാര്യമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പെട്ടെന്ന് എന്തൊരു സീസ് ഫയർ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു അറ്റാക്ക് ചെയ്തിട്ടുള്ളത് അതെനിക്ക് പറയാൻ പറ്റില്ല, അത് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നുള്ളത്. എന്തെങ്കിലും അതിൻ്റെ പിറകിലൊരു ഇൻറ്റൻഷൻ കാണും. സോ ദാറ്റ്സ് എ മൗണ്ടൻ കോൾഡ് ഫീച്ചർ. അതിൻ്റെ മുകളിൽ നമ്മളൊരു മിസൈൽ പോയി പതിച്ചപ്പോഴാണ് പെട്ടെന്ന് ഈ സംഭവങ്ങളെല്ലാം സീസ് ഫയറിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിനകത്ത് എന്നുള്ളത് വലിയൊരു ബിഗ് ക്വസ്റ്റ്യൻ. അവരുടെ ന്യൂക്ലിയർ ഇൻസ്റ്റാളേഷൻ്റെ അടുത്താണോ അങ്ങനെ വല്ലതും ആണോ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഈ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായിട്ട് ആ ന്യൂസുകൾ കാണുന്ന സമയത്ത് അതിനുശേഷമാണ് ഇമ്മീഡിയറ്റ്ലി അമേരിക്ക ഇന്റർവ്യൂ ആൻഡ് ഓൾ ദ തിങ്സ്. പക്ഷേ അമേരിക്കയുടെ കാര്യം കേട്ടിട്ടൊന്നുമല്ല നമ്മൾ ഇതിനെ സക്കം ചെയ്തിരിക്കും. ഈ 3-ാം ദിവസം തന്നെ സീസ് ഫയറിന് വേണ്ടിയിട്ട് പല രാജ്യങ്ങളെയും പ്രഷറൈസ് ചെയ്യലും അതുപോലെ തന്നെ അവരുടെ തന്നെ DGMO ആണ് ഇന്ത്യൻ ആർമിയുടെ DGMO ആയിട്ട് സംസാരിച്ചതും അതിനുശേഷമാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാമെന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ അഖില, ഇനി തലവഴി മുണ്ടിട്ട് നടക്കൽ നിർത്താമല്ലോ അല്ലേ? ഇനിയിപ്പോൾ ഞാനത് റീഫ്രേസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് അതിനും കൂടുതൽ സംശയമുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയത്തിന് തന്നെ ഒരു പ്രസ് ബ്രീഫിംഗ് ഉണ്ട്. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അമേരിക്ക ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ 8 കാലി മമ്മൂഞ്ഞി കളിച്ചതാണ് അമേരിക്ക എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും വ്യക്തമാണ്. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് നാണം കെടാതെ അഖിൽ മാരാർക്ക് പുറത്തിറങ്ങി നടക്കാമല്ലേ? അഖിൽ മാരാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് ബന്ധപ്പെട്ട് മേജർ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. അഖിൽ മാരാർ എൻ്റെ സുഹൃത്താണത്. എങ്ങനെയാണ് അവൻ ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയുന്നത്? ഇവർക്കൊന്നും എൻ്റെ സീരിയസ്നെസ് മനസ്സിലാവില്ല. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ആന്റി നാഷണൽ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവനെ നമ്മൾ ആന്റി നാഷണൽ ആയിട്ടാണ് കാണുന്നത്. ഇത് സാധാരണ സമയമല്ല. ഈ സമയത്ത് നിങ്ങൾ വാതിറക്കരുത്. നിങ്ങൾ എന്ത് വിചാരവും സ്പിരിറ്റ് എന്തുകൊണ്ടാണ് ഓപ്പോസിഷൻ ഒന്നും ഉണ്ടായിരിക്കുന്നത്? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ കൊടുക്കാത്തത്? ഇന്നിപ്പോൾ പേൽഗാമിനെ കുറിച്ച് അവിടുത്തെ പാകിസ്ഥാന്റെ ജനറൽ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഓപ്പറേഷനാണ്. ഇലക്ഷൻ സമയത്ത് ഇതേ കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടില്ലായിരുന്നില്ലേ ഇത് മോദി ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ചെയ്താണെന്നുള്ളത്? അപ്പം അന്നത് പറയാം, അന്നൊരു യുദ്ധസമാനം ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് നടക്കുന്ന യുദ്ധസമാനമാണ്. ഈവൻ ചാനലുകാരെ മോണിറ്റർ ചെയ്യുന്നു, ആരെന്ത് പറയുന്നു, കോളേജിലെ പിള്ളേർ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവരെ പൊക്കുന്നുണ്ട്. കാരണം ഇവിടേക്കാണ് ഈ ആന്റി നാഷണൽ എലിമെന്റ്സ് നമ്മുടെ ദ എനിമി വെൽ വിത്തിൻ ദി കൺട്രി എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ പോലും മോണിറ്റർ ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ. നിങ്ങളൊക്കെ ഈ വികാരങ്ങൾ, നിങ്ങളുടെ ഒരു വികാരം ചിലപ്പോൾ അത് 10 പേരുടെ അല്ല അത് ശരിയല്ലേ എന്ന് തോന്നിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ മിസ്ഗൈഡ് ചെയ്യണം. ഇതുകൊണ്ടാണ് അഖിൽ നിങ്ങൾ ആന്റി നാഷണൽ എന്ന് വിളിക്കപ്പെടുന്നത്. നിങ്ങളെ രാജ്യദ്രോഹി എന്ന് വിളിച്ച് ചാപ്പയടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ നിങ്ങൾ ചെയ്ത കാര്യം അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ചോദിക്കണം എന്നെ എന്തിനാണ് രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നതെന്ന്. നിങ്ങൾ പറഞ്ഞാൽ ഗുരുതരമായ ആരോപണമാണ് വിഷയം. പ്രത്യേകിച്ച് ഇന്ത്യ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കെതിരെ സംസാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ മൊറലിനെതിരെ സംസാരിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അത് ആന്റി നാഷണലായിട്ട് കൺസിഡർ ചെയ്യപ്പെടും. അത് നിങ്ങൾക്ക് അന്നേരവും മനസ്സിലായില്ല, ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നിങ്ങൾ വീണ്ടും കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദയവേത് ഒന്ന് ശാന്തമായിട്ടിരുന്ന് ചിന്തിക്കുക. ഈ വളവള പറയുന്ന പരിപാടി നിർത്തി ആവേശക്കണക്കൊന്നും ഇപ്പം നിങ്ങൾക്ക് കിട്ടേണ്ട മറുപടി കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ നിങ്ങളൊന്ന് ശാന്തമായിട്ട് ചിന്തിക്കുക. എന്തായാലും ഇപ്പോൾ കേസ് സ്റ്റേറ്റ് പോലീസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെ കേൾക്കാറുണ്ട്, അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, അതൊക്കെ പിന്നീട് ഉണ്ടാവുമില്ല എന്നുള്ള കാര്യം നമുക്കറിയില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു വലിയ വിഷയമാണ്. അതൊരു കേസിലേക്ക് പോയി കഴിഞ്ഞാൽ, കാരണം നിങ്ങൾ സംസാരിച്ച വീഡിയോയിലുള്ള കാര്യങ്ങൾ തന്നെ കൃത്യമായ തെളിവായിട്ട് നിങ്ങൾക്കെതിരെ സംസാരിക്കും. ഇനി ഈ വിഷയത്തിൽ NIA ഇടപെട്ട് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് കുറഞ്ഞ പക്ഷം ഇനിയെങ്കിലും ഈ വളവള ന്യായീകരണം നിർത്തുക. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനോ അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം എന്നൊക്കെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.